വീട് പ്ലേയുടെ ഞാൻ നാടകങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ ചെറിയ സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. സാമി ടൂലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. എനിക്കറിയാമെന്നുള്ള അവരെല്ലാവരും വിളിച്ച് പടത്തിന് നിന്നിരുന്ന് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഷൂട്ട് ചെയ്ത സാധനം ഒരു 10 സെക്കൻഡിനകത്ത് കഴിഞ്ഞു. വില്ലൻ എൻട്രിയിൽ ഞാനില്ല. അന്ന് തകർന്നതാണ് ഞാൻ. ആ തകർച്ചയാണ്. പ്രേതത്തിൽ വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അതായിരിക്കും ഇടയ്ക്കിടയ്ക്ക് മെഴുകുതിരി കത്തിക്കാൻ പോകും. ഞാൻ കുറച്ച് ദൈവഭക്തി കൂടുതലുള്ള ആളാണ്. ഒരു പാക്കറ്റ് മെഴുകുതിരി ഡെയിലി അല്ല ഇടയ്ക്കിടയ്ക്ക് ഞാൻ വാങ്ങിച്ചു കൊടുക്കാറുണ്ട്. പാക്കറ്റ് എടുത്ത് മേടിക്കുന്നത് വാങ്ങുന്നത് അതേ കടയിൽ. അല്ലേട്ടെ, ഇത് ഞാൻ എന്റെ ഫോണിലെ റീൽസ് അപ്പൊ എന്റെ ഫോണിലെ റീൽസ് കാണുന്നു. ഞാനൊരു ഗേളും കൂടി ഡാൻസ് കളിക്കുന്ന വീഡിയോ അരമന ഇത് അപ്പൊ ഞാൻ പറഞ്ഞ എന്റെ ഫ്രണ്ടാണ് എന്നാ ഓക്കെ നീ എന്റെ വീഡിയോ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. മറ്റേ പാടാം വനവാലി ആ പാട്ട്. ഞാൻ പറഞ്ഞു അയ്യോ അണ്ണ ഞാൻ ഇത് കണ്ടിട്ടുണ്ട്, കാണടാ എങ്ങനെയുണ്ട് എന്റെ സ്റ്റെപ്പ്. ട്രിവാൻഡ്രത്തുള്ള ആളുകൾക്ക് വേണ്ടി ഈ റാപ്പ് പൂർണ്ണമായി ഞങ്ങൾ സമർപ്പിക്കുന്നു. നമ്മൾ മത്സരിക്കാൻ വന്നല്ല, ഞെരിക്കാൻ വന്നതാണ്. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633388575. നമസ്കാരം, വെൽക്കം ടു ജാങ്കോ സ്പേസ്. ഇറ്റ്സ് മീ ശ്രീനാഥ് കെ ജനാർദ്ദനൻ. അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ ഒരു ഗസ്റ്റ് അല്ല, ഒരു കൂട്ടം ഗസ്റ്റ് ആണ് വന്നേക്കുന്നത്. നമ്മളെല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് കുറെ ട്രailer ഇറങ്ങിയിട്ടുണ്ട്. ആ പടത്തിന്റെ ഓരോ വിശേഷങ്ങളും നമ്മൾ ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. മലയാളത്തിലേക്കൊന്നും ആദ്യമായിട്ടാണ് ഇതേപോലത്തെ ഒരു തീം വരുന്നത്. എന്തായാലും ഒരു ഡാൻസിനെ തീം ആക്കിയിട്ട് ഒരു കിട്ടിലെ മൂവി വരുന്നുണ്ട്. ആ മൂവിയുടെ പേരാണ് മൂൺ വാക്ക്. അപ്പൊ അതിന്റെ വിശേഷങ്ങൾ പറയാൻ അതിന്റെ ടീമാണ് നമ്മളോടൊപ്പം ചേർന്നത്. നമസ്കാരം. ഓക്കെ, എന്താണ് പ്രൊമോഷനൊക്കെ ഉടമ്പടി? പ്രൊമോഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം അങ്ങനെ ഇപ്പം ഇവിടെ നമ്മുടെ പ്രൊമോഷനിൽ ഏറ്റവും കൂടുതൽ എന്താ പറയാ, ഏറ്റവും കൂടുതൽ വൈബ് ചെയ്താരാ? ഒന്നിലൊരാളാണ് സ്കോർ ചെയ്യുന്ന വെച്ചാൽ അടുത്തതിൽ വേറൊരാളായിരിക്കും സ്കോർ ചെയ്യുന്നത്. അങ്ങനെ പോകുന്നുണ്ട് ഇപ്പൊ. അപ്പൊ എന്തായാലും ആലോചന നമ്മുടെ ഈ ഗ്യാങ്ങില് ഒരു ഇൻട്രോവേർട്ട് അങ്ങനെ അറിയുമോ? ചില സമയത്തും പൊളിക്കും. സിനിമയിൽ എങ്ങനെയുണ്ട്? സിനിമയിലെ അടിപൊളിയാണ്. എന്നാലും ഇൻട്രോവേർട്ട് ആണ്, പക്ഷെ എന്നാലും അവസരം ലൊക്കേഷനിൽ എങ്ങനെയുണ്ട്? ലൊക്കേഷനില് പറയുമ്പോൾ ഈ നമുക്കെല്ലാം ഡാൻസ് നമ്മള് പുള്ളി മൈക്കിൾ ജാക്സന്റെ ഇത് മാത്രം ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. അപ്പോൾ ഡാൻസ് പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് അതായത് 80s ഡാൻസസ് ആണല്ലോ നമ്മൾ കൂടുതലും ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള കുറച്ച് കഷ്ടപ്പാടുകൾ എല്ലാവർക്കും ഉണ്ടായിരുന്നു. അത് ഇത്തിരി കൂടുതലായിട്ട് പുള്ളിക്ക് ഉണ്ടായിരുന്നു. ഒറ്റയ്ക്ക് അപ്പൊ എന്തായാലും അടിപൊളി. നമുക്ക് ഇങ്ങനെ ഓരോ സിനിമയുടെ ഓരോ പ്രൊമോഷന്റെ ഭാഗമായിട്ട് ഓരോ മീഡിയയിലും നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ എല്ലാവരും പറയും രക്ഷയില്ല, ചില്ല്, പിള്ളേരുടെ വേറെ ലെവലാണ്. അപ്പൊ ഈ എനർജി നിങ്ങൾ സിനിമയിൽ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഇതിന് വേണ്ടിയിട്ട് നല്ല എഫേർട്ട് എടുത്തിട്ടുണ്ടല്ലേ? അതൊക്കെ ഒന്ന് പറയാമോ? ആരാണത് പറയാനെ കുറിച്ച് പറയുന്നത്? നമ്മള് എല്ലാരും ഓഡീഷൻ വഴി വന്നതാണ് ഈ സിനിമയില്. പിന്നെ എല്ലാവരും ഡാൻസേഴ്സ് അല്ല, ഞാനും മനുവും മാത്രമാണ് നമ്മൾ ഡാൻസ് കൊറിയോഗ്രാഫേഴ്സ് ആണ്. അപ്പോൾ നമ്മളാണ് ഡാൻസ് ടീമിൽ നിന്ന് വന്നത്. പിന്നെ പുള്ളിയും ഡാൻസറാണ്. ബാക്കിയുള്ളവരെല്ലാവരും ഡാൻസ് ഇവിടെ മൂവിക്ക് വേണ്ടിയിട്ട് ഡാൻസ് പഠിച്ച ആൾക്കാരാണ്. ഞാൻ കളിക്കും, പക്ഷെ ഇവര് പ്രൊഫഷണലി ഡാൻസേഴ്സ് ആണ്. ഇവര് പ്രൊഫഷണൽ ആയിട്ട് ഡാൻസ് കളിക്കുന്നതും ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പം ഞാൻ കളിക്കും എന്നുള്ളതേ ഉള്ളൂ, പക്ഷെ പ്രൊഫഷണൽ അല്ല. പക്ഷെ കളിക്കും, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ പിന്നെ ഉറപ്പായിട്ടും കാണിക്കുന്ന ഇവന്മാര് കാണിക്കുന്ന ഓരോ സാധനങ്ങളുണ്ട്. വിൻഡുമില്ലായാലും മറ്റേ അതിന്റെ പേരെന്താ
ഫ്ലിപ്സ് ആയാലും എല്ലാം ഇവരിങ്ങനെ പുഷ്പം പോലെ കാണിക്കും, കാരണം ഇവർ ഓൾറെഡി ട്രെയിൻഡ് ആണ്. സിമ്പിൾ കാണിക്കൂ. അതെ, ഉറപ്പായിട്ടും നമുക്ക് ഇങ്ങനെ പഠിക്കാൻ ഒരാളുടെ നിന്ന് കിട്ടുമ്പോൾ നമ്മളത് എന്താണെങ്കിലും പഠിക്കാൻ റെഡി ആയിരിക്കണമല്ലോ. അപ്പോൾ അങ്ങനെ പഠിക്കുമ്പോഴാണല്ലോ നമുക്കും അത് കിട്ടുന്നത്, നമുക്കും ചെയ്യാൻ പറ്റുന്നത്, ഇമ്പ്രൂവ് ആവുന്നത്. ഈ സിനിമയിൽ വന്നിട്ട് ആദ്യമായിട്ട് ഡാൻസ് അറിയിക്കൊണ്ടിരിക്കുന്നു. അനുനാഥ് അതിന് മുമ്പ് ട്രൈ ചെയ്തിട്ട് നടന്നിട്ടില്ല. അനുനാഥ് അരുൺ ഞാൻ ബേസിക്കലി ഞാൻ ഡാൻസ് അങ്ങനെ വലിയൊരു താല്പര്യമൊന്നും ഇല്ലായിരുന്നു ആദ്യം. പക്ഷേ എന്നാലും നമ്മൾ കളിക്കും, നമ്മളെ ഒരു ഡപ്പാങ്കൂത്ത് പരിപാടികളൊക്കെ ആദ്യം പഠിക്കാറുണ്ട്. അതെ അതെ. ഓ അപ്പൊ ഈ ഓഡീഷനിൽ സെലക്ട് ചെയ്യുമ്പോൾ ഡാൻസ് കളിപ്പിച്ചായിരുന്നു? അവര് കളിപ്പിച്ചായിരുന്നു നമുക്ക്. അത് സെലക്ട് ആയി? അല്ല, ഞാൻ കുറച്ചൊക്കെ കളിക്കും. നമ്മൾ കല്യാണ വീട്ടിലായാലും നമ്മളെ കൂട്ടുകാരെ കൂടെ ഒക്കെ അങ്ങനെയൊക്കെ കളിക്കുന്ന ഒരു കളിയുണ്ടല്ലോ, അഭിനയമാണല്ലോ നമ്മളുടെ. അതെ 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 അതെ. എനിക്ക് ഡാൻസ് ഒന്നും അറിയില്ലായിരുന്നു. ഞാൻ ആക്ച്വലി ഞാൻ ഓഡിഷനിൽ വഴിയല്ല വന്നത്. ആക്ച്വലി ഇവരെ സ്കെഡ്യൂൾ നോക്കാൻ വേണ്ടി നമുക്കൊരു 3 months വർക്ക്ഷോപ്സ് ഉണ്ടായിരുന്നു. ആക്ടിങ്, പിന്നെ ജിംനാസ്റ്റിക്സ്, ഡാൻസിൻ്റെ ഒക്കെ കുറച്ച് ട്രെയിനിങ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരെ ഈ സ്കെഡ്യൂൾ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി ഞാൻ എന്നെ ആക്ച്വലി ഓൺ ബോർഡ് കൊണ്ടുവന്നതാണ്. പക്ഷേ ഇവരെ ഈ ഇതൊക്കെ കണ്ട് ഞാനും ജസ്റ്റ് ഒന്ന് പാർട്ട് ചെയ്ത് അങ്ങനെ ഒരു AD വന്നിട്ട് നമ്മുടെ പ്രോഗ്രസ് ഒക്കെ ഡെയിലി റെക്കോർഡ് ചെയ്തിട്ട് അവർ വൈകുന്നേരം ഇരുന്ന് ഡിസ്കസ് ഒക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മുടെ എല്ലാം ഒരു കെമിസ്ട്രി കണ്ട് അവർക്ക് ഇഷ്ടപ്പെട്ടിട്ട് അപ്പോൾ എനിക്കൊരു ഷൂട്ട് തുടങ്ങുന്നതിന് മുമ്പ് അവർ ഓഫർ ചെയ്തതാണ്, അഭിനയിക്കാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു തീർച്ചയായും. അപ്പോൾ അങ്ങനെ ലക്ക്ഡ് ഔട്ട് ബേസിക്കലി. അപ്പോൾ ലക്കി ആയതാണ്. അങ്ങനെ ഓഡിഷൻസ് ഇവരൊക്കെ ഓൾമോസ്റ്റ് 3000 ഓഡിഷൻസ് എന്ന് ഫിൽറ്റർ ഔട്ട് ചെയ്ത് കിട്ടിയ ഫേസസ് ആണ് സത്യം പറഞ്ഞാൽ. അപ്പോൾ അത്രയ്ക്ക് ഇതൊന്നും എനിക്ക് ഐ ഡിഡ്ന്റ് ഹാവ് ടു ഗോ ത്രൂ ദാറ്റ്, ഐ ജസ്റ്റ് ഗോട്ട് ലക്കി ബേസിക്കലി. ഈ സിനിമയിലേക്ക് ഇന്ന ആവാനുള്ള ക്വാളിറ്റികൾ എന്തൊക്കെയായിരുന്നു? പോസ്റ്റർ വന്നിരുന്നു ഇങ്ങനെ ജേക്കിനെ പോലത്തെ ഒരു അത് കണ്ടിട്ടാണ് നിങ്ങളെല്ലാവരും. ഞാൻ ഓഡിഷൻ അയച്ചത് അങ്ങനെയാണ്, എല്ലാവരും ഓഡിഷൻ അയച്ചത് അങ്ങനെ അയച്ചത്. പോസ്റ്ററായിരുന്നു. ആ പോസ്റ്ററിൽ നിങ്ങളെ ഫോട്ടോസ് അയക്കൂ എന്ന് പറഞ്ഞിട്ട് ഉള്ള സംഭവം. അങ്ങനെ നമ്മളെല്ലാവരും കൂടെ ഫോട്ടോസ് ഒക്കെ അയച്ചു കൊടുത്തതാണ്. അല്ല, പിന്നെ ബേസിക്കലി ഇപ്പോൾ അവർ എല്ലാ സ്റ്റുഡിയോസിലും കാസ്റ്റിംഗ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഞാൻ ട്രിവാൻഡ്രം ബേസിൽ അവിടെ ഒരു സ്റ്റുഡിയോയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ടൈമിലാണ് നമ്മുടെ ജോമിറ്റ് എന്ന് പറഞ്ഞ കാസ്റ്റിംഗ് ഡയറക്ടറാണ്. പുള്ളി അവിടെ സ്റ്റുഡിയോസിൽ വന്ന് അങ്ങനെ മീൻസ് ഓഡിഷൻ ചെയ്ത് അങ്ങനെ ഫിൽട്ടറായി വന്നതാണ്. ഞാൻ ലിറ്ററലി കാസ്റ്റിംഗ് ഹോളിൽ ഞാൻ അങ്ങനെ അയച്ചിട്ടില്ല, ഞാൻ ഈ കാസ്റ്റിംഗ് ഹോൾ കണ്ടിട്ടില്ലായിരുന്നു. അത് പുള്ളി വന്നതിന് ശേഷം ഇങ്ങനെ ഇത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്. അപ്പോൾ അന്ന് ഹെയറൊക്കെ വളർത്തിയിട്ടുള്ള ടൈമായിരുന്നത് പുള്ളി ഓക്കെ ഇത് ജസ്റ്റ് ചെയ്ത് നോക്കെന്ന് പറഞ്ഞ് അങ്ങനെ എൻ്റർ ആയതാണ് ഇതിലോട്ട്. ഇതിൽ വേറെ എന്തായാലും ഓപ്പോസിറ്റ് ടീം ഉണ്ടാവും, അങ്ങനെ ഒരു ടീം കൂടി. അതെ അതെ. അത് ആ ടീമിന്റെ പേര് സൂം ബോയ്സ് എന്നാണ്. അതെ അതെ, നാഷിദ് ഉണ്ട്, പിന്നെ വിഷ്ണു ഗ്രൂവി എന്ന് പറഞ്ഞിട്ട്. ഇങ്ങനെ ഇതിനെ കുറിച്ച് ഇങ്ങനെ എപ്പോഴും പറയാറുണ്ട്. അന്ന് പറയുന്നത് അന്ന് നമുക്ക് മോനെ ചെന്ന് കഴിഞ്ഞപ്പോ പിള്ളേരൊക്കെ പുലിയുണ്ട്, അവന്മാർ ഡാൻസ് ചെയ്തത് ഞങ്ങളെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാ സാധ്യത ഇല്ലല്ലോ. അത് ചിലപ്പോ യുവമാരെ ഉദ്ദേശിച്ച് പറഞ്ഞായിരിക്കും. ചിലപ്പോൾ പറയായിരിക്കും. ഫാമിലി ശരിക്കും ഇത്ര നാള് കഴിഞ്ഞിട്ട് നിങ്ങൾ ആ ഒരു കണക്ഷൻ ഭയങ്കരമായിട്ട് മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നത്. ആ ഈ ഒരു കെമിസ്ട്രി തന്നെയല്ലേ നമുക്ക് ഈ സിനിമയ്ക്കും? ശരിക്കും ഇതിന്റെ ഓരോരുത്തർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കണക്ഷൻ ഇല്ലാതെ ഒരിക്കലും ഇത് മുമ്പോട്ട് പോകാൻ പറ്റില്ല. ഒരു അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് പോകുന്നത്. ആരായിരുന്നു ഏറ്റവും കൂടുതൽ നിങ്ങളുടെ ടീമിനെ നമ്മുടെ ലൊക്കേഷനിൽ സപ്പോർട്ട് ചെയ്യുന്നവരാണ്? അനുചേട്ടൻ, സുമേഷ് മെയിൻ AD ആയിരുന്നു. AD-യിൽ ഒരാളാണ് സുമേഷ് എന്ന് പറഞ്ഞത്. പുള്ളി ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. പിന്നെ നമ്മുടെ മെയിൻ ഡയറക്ടർ സാർ വിനോദ് സർ എല്ലാ സപ്പോർട്ടും തന്നു. അതെ അതെ. ആദ്യമായിട്ട് അഭിനയിച്ചത് ആരൊക്കെയായിരുന്നു ഈ സിനിമയിൽ? നമ്മുടെ എല്ലാവരുടെ ഫസ്റ്റ് മൂവിയാണ്. ഞാനും ഫസ്റ്റ് വിധു ചേച്ചിയുടെ മാൻഹോൾ എന്ന പടം, അതിൽ മെയിൻ ക്യാരക്ടർ ആയിട്ടുണ്ട്. സനൽകുമാർ ശശിധരൻ്റെ എൻ്റെ കൂട്ടത്ത് മെയിൻ ക്യാരക്ടർ, അതിൽ അങ്ങനത്തെ സംഭവം ചെയ്തിട്ടുണ്ട്. മറ്റ് സിനിമകളിൽ അഭിനയിച്ചു വന്നപ്പോൾ ഈ ടീമിന് കൈ കിട്ടിയപ്പോൾ വ്യത്യാസം എന്താണ്?
നമുക്കറിയാം ഒരു ഫെസ്റ്റിവൽ മൂവിയിലൊക്കെ ചെയ്യണ സമയത്തും ഒരു കൊമേഴ്സ്യൽ പടത്തിനും ചെയ്യുമ്പോൾ രണ്ടും ഭയങ്കര ഡിഫറെൻറ്റാണ്. ഇതിലേക്ക് വന്നപ്പം എനിക്ക് തോന്നുന്നു ഈ ക്രൂ ആണ് മാത്രം തോന്നുന്നു. ഇപ്പം അല്ലാതെ നമുക്ക് കുറേ ഫ്രണ്ട്സൊക്കെ ഉണ്ട് ഓരോ പടത്തിലൊക്കെ ചെയ്യുന്നതൊക്കെ. അപ്പോൾ അവർ പറഞ്ഞ് കേട്ടിട്ടുണ്ട് കുറച്ച് എല്ലാത്തിനും കുറച്ച് പരിധിയൊക്കെ ഉണ്ട്. പക്ഷേ ഇതിനകത്ത് അങ്ങനെയൊന്നുമില്ല. ഇതിനകത്ത് ഡയറക്ടർ ആയാലും റൈറ്റർ ആയാലും മീഡിയ ആയാലും എല്ലാവരും ഭയങ്കര സപ്പോർട്ടാണ് നമുക്ക്. അപ്പം എനിക്ക് തോന്നുന്നു എല്ലാവരും ഭയങ്കരമായിട്ട് നല്ലോണം അഭിനയിച്ച് ഡാൻസ് പരിപാടി എല്ലാം എന്താ അടിച്ചുവിടുമല്ലോ നമ്മളെ. അങ്ങനെ ഒരു ഫ്രീഡം നമുക്ക് എല്ലാവരും കൊണ്ടുപോകണം. അതൊന്ന് കൃത്യം ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. മാത്രമല്ല ഇത് പുള്ളി അഭിനയിക്കാൻ വേണ്ടി വന്നതല്ല, നമ്മളെ ട്രെയിൻ ചെയ്യിപ്പിക്കാൻ, ലാംഗ്വേജ് ട്രെയിനിങ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടുണ്ട്. ട്രിവാൻഡ്രം സ്ലാങ്. അതെ. അങ്ങനെ ഈ പറഞ്ഞ പോലെ തന്നെ ഇത് നമ്മുടെ കൂടെ വന്ന് നമ്മളായിട്ടുള്ള കെമിസ്ട്രി കാരണം ഒരു ക്യാരക്ടറിലോട്ട് എത്തിപ്പെട്ട ആളാണ്. ഞാൻ ഓഡീഷൻ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ പുള്ളി ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് പറയുമായിരുന്നു, എടാ മുടി വെട്ടലും അത് ചെയ്യലും വരണം, എന്തെങ്കിലും എൻഗേജഡ് ആണോ. അപ്പൊ ഞാൻ തിയേറ്റർ ബാക്കിലുണ്ട്, ഞാൻ ഇപ്പം കാലടിയിൽ തിയേറ്റർ പഠിക്കുക. അപ്പോൾ എന്നെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുമായിരുന്നു സുമേഷ്. അപ്പോൾ ഞാൻ വെച്ച് എന്തായാലും അപ്പോൾ നമുക്ക് അറിയാം ഇപ്പം ഓരോ ആൾക്കാരെ വിളിക്കുന്ന സമയത്ത് നമുക്കറിയാം ഓക്കെ നമുക്കിനി ഇല്ല എന്നുള്ള പരിപാടി. അപ്പം പിന്നെ എന്തായാലും ലാംഗ്വേജ് ട്രെയിനിങ് വിളിച്ച് പിന്നെ ഒരാഴ്ച ആക്ടിങ് ട്രെയിനിങ് പരിപാടി, പിന്നെ അങ്ങോട്ട് ഒരു സുപ്രഭാതത്തിൽ ചോദിച്ചു ഡാൻസ് കളിക്കാൻ അറിയാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പം കളിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ അതെ. ശ്രീബി പക്ക ചാലക്കുടിയല്ലേ. അപ്പം ഇവനൊക്കെ പെട്ടെന്ന് കോഴിക്കോടാണെങ്കിലും പെട്ടെന്ന് ക്യാച്ച് ചെയ്ത്. അതുകൊണ്ട് അരുണോ നടത്തുന്ന അതും പെട്ടെന്ന് ബാംഗ്ലൂരൊക്കെ ആണെങ്കിലും സ്ഥലം, പക്ഷെ ട്രിവാൻഡ്രം ബന്ധമുണ്ട്, പക്ഷെ എങ്കിലും ഫുൾ ടൈം ബാംഗ്ലൂരൊക്കെ അല്ലേ. പക്ഷെ അവൻ പെട്ടെന്ന് പിടിച്ച്. അല്ലെ സിബി മാത്രമല്ല, പിന്നെ സിദ്ധു ചെന്നൈയിലാണ്. ഞങ്ങള് ലാംഗ്വേജ് പഠിച്ചത് ഒരു ക്ലാസ്സിലിരുന്ന് അങ്ങനെ ഒന്നല്ല. സുനിയണ്ണൻ മാരിയണ്ണൻ എൻ്റെ അടുത്ത് വന്നിട്ട് ഡയറക്റ്റ് പേരെന്താണ് അങ്ങനെ ഒന്നല്ല ചോദിച്ചത്, പേരെന്തിര് അങ്ങനെയൊക്കെ ലൈക്ക് സ്റ്റാർട്ട് ചെയ്തത് തന്നെ ആ ഒരു സ്ലാങ്ങിലാണ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത്. സോ അത് ഞങ്ങൾക്ക് ഒരു സ്പെഷ്യലായിട്ട് ലാംഗ്വേജ് ട്രെയിനിങ് സെഷൻ ആയിട്ടൊന്നും ഫീൽ ആയിട്ടില്ല. ഡെയിലി നമ്മൾ അതൊരു ക്ലാസ് പോലെ അല്ലാതെ അതൊരു ലൈഫ് സ്റ്റൈലായ ഒരു 3 മാസം ട്രെയിനിങ് സെഷൻ അങ്ങനെയാണ് പോയത്. എന്റർടൈനർ ഇവർ രണ്ടുപേരും പാട്ട് ട്രിവാൻഡ്രത്തുള്ള ആളുകൾക്ക് വേണ്ടി ഈ റാപ്പ് പൂർണ്ണമായി ഞങ്ങൾ സമർപ്പിക്കുന്നു. നിങ്ങൾ ആരെങ്കിലും ഇതിൽ ജോയിൻ ചെയ്യൂലേ? ഈ മൈക്കൊക്കെ യൂസ് ചെയ്യും. എനിക്ക് തന്നാൽ തിരുവനന്തപുരം റാപ്പ് നീ കേട്ടില്ലെങ്കിൽ കോപ്പ്, ഇവിടത്തുള്ള പയള തൊട്ട അപ്പ കിട്ടും ടാപ്പ്. ഗേൾസ് മൊത്തം ഫ്രീക്ക്, ഇവിടെ ബോയ്സ് എല്ലാം റോങ്. ഇതുവരെ കേട്ടില്ലെങ്കിൽ ഞാൻ പറയണ കേക്ക്. അല്ലയാ അവള് മത്സരിക്കാൻ വന്നല്ല, ഞെരിക്കാൻ വന്നാണ്. എയർപോർട്ട് ഇവിടെ മൊപ്പളിയ, ക്യാപിറ്റൽ നീ നോക്കളിയ. ഇതുവരെ കേട്ടില്ലെങ്കിൽ ഞാൻ പറയണ കേക്കളിയ. നമ്മളെല്ലാം ഒന്ന്, ഇത് പത്മനാഭൻ മണ്ണ്. ഈ മണ്ണി തൊട്ട പൊന്നും വിളയും, നീ വന്ന് ഇവിടെ നോക്ക്. എ സിയിലൊന്നും കിടന്നിട്ടില്ല അങ്ങനെ. എ സി അല്ല ബ്രോ, ഇത് എത്ര ആളായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നത്? ഇത് അങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നതല്ല. ഞങ്ങളൊരു സമയത്ത് ഞങ്ങള് ഷൂട്ടിന്റെ സമയത്താണ് ഇങ്ങനെ റൂമിൽ വന്ന് ഇരുന്നപ്പോ അപ്പു ഇതുപോലെ എഴുതാന്നുള്ള രീതിക്ക് അങ്ങനെ തുടങ്ങിയാൽ ഞാൻ തമിഴില് ഇപ്പൊ എഴുതുന്നുണ്ട്. ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഞങ്ങളെ ബേബി ഒരു ഫ്യൂച്ചർ കൊളാബ് ചെയ്ത് തമിഴിൽ ഞാൻ നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. ഇപ്പൊ പെണ്ണു മരുത്തുവ കടലിനിലെ அமைச்சோராப்பகிருந்து சுலகினிலே என் மொழியை புரிந்து கொள்ளுங்கள் அனைத்து கொஞ்சுங்கள் நானும் இங்கே பச்சிலம் குழந்தையே இது என் சிறு முதல் அடி மாறிடா இரு செவி திறந்து வைத்து என் கருத்தை கேளுடா லெட்ஸ் கோ மாறிடா என் அன்பு மாறிடா உடலெல்லாம் பெண்ணி இன்று பெண்ணி கற்றுக்கொள்ளடா லவ் இஸ் த கீ ஹர் நோ டிஸ்ட்ராக்ஷன் அன்பு லெவல் மேக்ஸ் பண்புகள் இஸ் வாட் வி நீட் ரிலாக்ஸ் இது கண்ண மூடிக்காத கட்டி விலையில்லா விளையாட்டு கவனம் சிதறக்கூடாது பதறாம விளையாடு மூடப்பட்ட பெண்ணை சாவி போட்டாலும் திறக்காது சோ நீ சதல் முந்திர கம்பளம் அவன் ஆம்பளை பொம்பளை பெரிய சரி சமமா செயல்படணும் கோடு தான் பயப்படணும்
அவ்வப்போது சின்ன சிறு கோபம் போட்டு ஓய்வெடுத்துக்கணும். காரணம் நீ அடுத்த ஓட்டம் பிடிக்கணும். மாறிடா என் அன்பு மாறிடா, நீ இன்று தேடி கத்துக்கொள்ளடா. மாறிடா என் அன்பு மாறிடா, நீ உடல் நல்ல பிரியிடு. അല്ലടാ എന്നാ ലൈൻഡാ ഓക്കെ നൈസ്. എന്റെ പൊന്നെ സകലകല വല്ലഭന്മാരാണ് നമുക്ക് കിട്ടിയത്. ഇനി ആർക്കാ വേറെ ചാലക്കുടി എന്നാ തന്നെ, ചാലക്കുടി എന്നല്ല ഒട്ടും പുറയിലേക്ക് കയറുന്നത്. മൈക്കിൾ ജാക്സനെ പോലെ അതുപോലെ ഓക്കെ. She was more like a beauty queen from the movie scene. She don't mind, but what do you mean? I am the one who would dance on the floating round. She said I am the one. She told me her name was Billie Jean. She scores the scene. Then every head but eyes would dream being the one who would dance on the floor and round. People always told me, be careful what I do. Don't go around breaking young girls' hearts. And mother always told me, be careful who you love. Be careful what you do, 'cause the lie becomes the truth. The Billie Jean is not my love. She's just a girl, claims that I am the one, but the kid is not my son. ഈ ഓഡീഷനിലൊന്നും വലിയ വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് മനസ്സിലായി ഓഡീഷൻ ചെയ്ത് വളരെ നല്ലതാണ്. മറ്റ് ടീമുകളെ തന്നെ പിക്ക് ചെയ്തേക്കുന്നത്. മോനെ ഒരു രക്ഷയില്ല. അപ്പൊ ഇതൊക്കെയായിരുന്നോ നമ്മൾ ഷൂട്ട് കഴിഞ്ഞിട്ടും റൂമിലും ഇതൊക്കെ തന്നെയായിരുന്നു പരിപാടി? ഇതൊക്കെ തന്നെയായിരുന്നു. അവിടുന്ന് വന്നപ്പോ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് എന്താണ്? അത് നമ്മളെ റൂം 903 ഞങ്ങളുടെ റൂം നമ്പർ. ഞങ്ങള് അവിടെ എല്ലാ എമോഷൻസും കടന്നു പോയിട്ടുണ്ട് ആ റൂമിൽ തന്നെ. ഓക്കെ. ഈ നമുക്കിപ്പോ എന്തായാലും സിനിമയ്ക്ക് വേണ്ടിയിട്ട് എന്തായാലും ഡയറക്ടർ സൈഡിൽ നിന്നൊക്കെ ഭയങ്കര പ്രഷറൊക്കെ ഉണ്ടാവും, വഴക്കൊക്കെ പറയും ചിലപ്പോ. അതിനൊക്കെ അതായത് ഏറ്റവും വലിയ ക്വാളിറ്റി. ഒരിക്കലും ഇല്ല. നമുക്ക് ഭയങ്കര പേഷ്യൻ്റ് ആയിട്ടാണ് നമ്മൾ ഡീൽ ചെയ്ത കാര്യം. നമ്മളെല്ലാം ന്യൂ കമേഴ്സ് ആണ്. അപ്പോൾ എന്നാൽ പോലും സാറ് ഭയങ്കര പേഷ്യൻ്റ് ആയിട്ട് ആണ് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നതും ചെയ്തതും. പിന്നെ അതുപോലെ തന്നെ ക്യാമറാമാൻ അൻസാറൊക്കെ ആണെങ്കിൽ പോലും ഇപ്പോൾ ഒരു ഷോട്ട് എടുക്കാൻ നേരത്തെ അൻസാറിക്കയും നമ്മുടെ അടുത്ത് പറയും, ഇങ്ങനെ ഈ ക്യാമറ ഇപ്പോൾ ഇങ്ങനെയാണ് വരാൻ പോകുന്നത്, അപ്പോൾ നീ ഈ സമയത്ത് ചെയ്യുകയാണെങ്കിൽ കറക്റ്റ് ആയിരിക്കും, നിന്നെ കറക്റ്റായിട്ട് വരും. അപ്പോൾ അതാണല്ലോ മെയിൻ. അപ്പം അതാണ് അത് ശ്രദ്ധിക്കണം. അപ്പോൾ അതാണ് പറഞ്ഞു തന്നെ. അപ്പം ഇങ്ങോട്ട് നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തന്ന് അങ്ങനെയും നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, എല്ലാവരും അങ്ങനെ തന്നെയായിരുന്നു. ഇല്ല, പുതിയ മൂവി ആയതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഒരു പേടി ഉണ്ടാവും, ഡയറക്ടർ എങ്ങനെ ബിഹേവ് ചെയ്യും എന്നുള്ളത്. അത് നമ്മുടെ ഡയറക്ടറിന്റെ ആ ഒരു എന്താ പറയുക ഒരു വൈബാണ് നമുക്ക് കൂടുതൽ നല്ല യൂസ്ഫുൾ ആയി നന്നായിട്ട് ചെയ്യാൻ പറ്റും. ഡയറക്ടർ കുറച്ച് സ്ട്രിക്റ്റ് ആയിരുന്നെങ്കിൽ ചിലപ്പോൾ നമുക്ക് പേടിച്ചു പോകാൻ മൊത്തത്തിൽ. ഇത് ഇറങ്ങി ഓടി തന്നെ. ഇത് ഡയറക്ടർ നമ്മളെ വൈബാണ്, അതുകൊണ്ട് പിന്നെ നന്നായി. നിങ്ങളുടെ അഭിപ്രായങ്ങളും ഒക്കെ ഷെയർ ചെയ്യാനുള്ള ഒരു ഫ്രീഡം എന്തുണ്ടെങ്കിലും പോകാൻ പറ്റും. ഓ നൈസ്. പുള്ളിക്കാരനല്ലാതെ ഇവന് വേറൊരു സിനിമ ചെയ്തിട്ടുണ്ട് മൂൺ വാക്കിന് മുമ്പ്. ഞാനും വേറൊരു സിനിമ ചെയ്തിട്ടുണ്ട്, 18-ാം പടി എന്ന് പറഞ്ഞൊരു സിനിമ. അതിൽ ഒരു റോള് ചെയ്തിട്ടുണ്ടായിരുന്നു. അതെ, അതിനുശേഷമാണ് മൂൺ വാക്കിലേക്ക് വന്നത് ഓഡിഷൻ വഴി. അതിനുശേഷം എല്ലാവരും കുറെ നല്ല നല്ല വർക്ക്. വാലിബൻ ഇദ്ദേഹത്തിനെ കഴിഞ്ഞ ഇന്റർവ്യൂ സ്റ്റാറായി ഇങ്ങനെ വന്നോണ്ടിരിക്കുകയാണ്. എന്തായാലും പൊളി. അല്ല, അതൊക്കെ എനിക്ക് തോന്നുന്നു അതിനൊക്കെ തുടക്കം മൂൺ വാക്ക് തന്നെയാണ്. സോ അതിന്റെ ഒക്കെ തുടക്കം മൂൺ വാക്ക് തന്നെയായിരുന്നു. കാരണം അവിടെ ഒരു എക്സ്ട്രീം ഞങ്ങള് എല്ലാരും എക്സ്പീരിയൻസ് ചെയ്ത് വന്നു. ടൈം പീരീഡ് ഓഫ് ഷൂട്ടിങ്ങും പിന്നെ ട്രെയിനിങ് സെഷൻസും. എനിക്ക് തോന്നുന്നു അതിനുശേഷം ഞാൻ ചെയ്ത പടങ്ങളിലൊന്നും 3 മാസം ട്രെയിനിങ് ഉണ്ടായിരുന്നു. ടീച്ചർ അമലോപോൾ മാമിന്റെ കൂടെ ഒരു പടം ചെയ്തു, വിവേക് തോമസ് ആണ് ഡയറക്ടർ സാറിന്റെ പേര്. അതിനുണ്ടായിരുന്നു ഗ്രൂമിങ് സെഷൻ, ഒരു 5 ദിവസം 6 ദിവസം എന്തോ ഉണ്ടായിരുന്നു. പിന്നെ ബാക്കി വർക്ക്സിലും ഉണ്ടായിരുന്നു, റീഡിങ് സെഷനും ഒരു 2-3 ദിവസം റിഹേഴ്സലും. പക്ഷേ ഈ 3 മാസം ഒരു ലൈഫ് സ്റ്റൈലായിട്ട് മാറി അങ്ങനെ വർക്ക് ചെയ്ത പടം എനിക്ക് തോന്നുന്നു മൂൺ വാക്ക് തന്നെയായിരുന്നു. സോ എനിക്ക് ബാക്കി ഫിലിംസിലൊക്കെ അത് എന്തായാലും ഹെൽപ്ഫുൾ ആയിരുന്നു. പിന്നെ ഈ മൂൺ വാക്കിൽ തന്നെ നമുക്ക് ഈ 3 മാസം എന്ന് പറയുമ്പോഴത്തേക്ക് പടം ഒരു ലേറ്റ് 80s ഏർലി 90s ബാക്ക് ഡ്രോപ്പിലാണ്. അപ്പം നമ്മളെല്ലാവരും ആ ഒരു രീതിയിലേക്കും ഇപ്പോൾ ഡ്രസ്സിങ് ആണെങ്കിൽ, കാര്യം നമ്മൾ സെറ്റിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ കോസ്റ്റ്യൂം ആണെങ്കിൽ ബാഗി പാൻറ്, അങ്ങനത്തെ ഷർട്ട്, അപ്പം പിന്നെ നമുക്ക് ഹെയർ എല്ലാം അങ്ങനെയാണ് സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ അപ്പം ജസ്റ്റ് ഡ്രസ്സ് മാത്രമല്ല, ആ ഒരു മാൻ ഡ്രസ്സും ഇതെല്ലാം ഉണ്ടാവണമല്ലോ. അപ്പോൾ
അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മളെല്ലാവരും അങ്ങനെ ട്രെയിൻ ചെയ്തു. ഇപ്പോൾ ഡാൻസിൻ്റെ കാര്യത്തിലാണെങ്കിൽ പോലും ഡാൻസും ഒരു പഴയ കാലത്ത് ബ്രേക്ക് ഡാൻസാണ്. അപ്പം നമ്മളെല്ലാവരും ഇപ്പോൾ കളിക്കുന്ന ഡാൻസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര വ്യത്യാസമുണ്ട്. അപ്പം അതിന് നമുക്ക് ആ ഒരു സ്റ്റൈലിലേക്ക് എത്താൻ തന്നെ നമുക്ക് കുറച്ച് സമയമെടുത്തു. ആക്ച്വലി കുറച്ച് പാടുപെട്ടു നമ്മളെല്ലാവരും. നമ്മുടെ ശ്രീജിത്ത് ആശാൻ, ശ്രീജിത്ത് മാസ്റ്ററാണ് നമ്മളെ ട്രെയിൻ ചെയ്തത്. പുള്ളി കുറച്ച് കഷ്ടപ്പെട്ടാണ് നമ്മളെ ട്രെയിൻ ചെയ്യിപ്പിച്ച്. ജിഷ്ണു ചേട്ടനും അഭിചേട്ടനും ശ്രീജിത്ത് സാറിൻ്റെ അസിസ്റ്റൻസ് ആയിരുന്നു. അപ്പോൾ അവരും എല്ലാവരും കുറേ കഷ്ടപ്പെട്ടാണ് നമ്മളെ ഈ ലെവൽ വരെ അങ്ങനെ ട്രെയിൻ ചെയ്ത് എത്തിച്ചത്. പിന്നെ ഞങ്ങളോട് ഫോണൊന്നും യൂസ് ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറയും. മറ്റേ ഷൂട്ടിന്റെ സമയത്തൊക്കെ ആ ഒരു കാലഘട്ടത്തിന്റെ ഒരു സാധനമൊക്കെ ആക്ച്വലി ഒരു മെന്റൽ ഡീറ്റോക്സ് തന്നെയായിരുന്നു അത്, സത്യം പറഞ്ഞാൽ അല്ലേ. ഒരു ബിഗ് ബോസ് ഹൗസ് ഒക്കെ ശരിയാണ്. നമ്മുടെ കൈ ഫോൺ ഇല്ലാതെ എത്ര ദിവസം നിങ്ങൾ ഇരുന്നു? സെറ്റിൽ കൊണ്ടുവരാൻ പാടില്ല. ഫോൺ, നോ ഫോൺസ് ഓൺ സെറ്റ്. ഓക്കെ. ടിക്ടോക്ക് താരമായിരുന്നാ? നമ്മള് ഏതൊക്കെയോ വഴി കൂടെയൊക്കെ കേറി പൊങ്ങി പോകണ്ടോ ആ സൈഡിൽ കൂടെ ഒക്കെ. അല്ല, എല്ലാ സാധനവും അവിടെ കണക്ട് ആവുന്നുണ്ട്. ശരിക്കും ആരാവാനാണ് ആഗ്രഹം? ഈ ആഗ്രഹം വന്നത് എപ്പോഴാണ്? മമ്മൂട്ടി മോഹൻലാലിനെ കണ്ടുതൊട്ട് ഞാൻ നാടകം ചെയ്തിട്ടുണ്ട്. ഞാൻ നാടകങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ ചെറിയ സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. സാമി 2-ലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. സാമി 2-ൽ അഭിനയിച്ചില്ല. സാമി 2-ൽ വില്ലൻ്റെ എൻട്രിയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഉണ്ട്. അങ്ങനെ ഞാൻ കൂട്ടുകാരെയൊക്കെ വിളിച്ച് നമ്മളെ ചാവടി കോളനിയിലുള്ള എല്ലാ പയ്യന്മാരെ വിളിച്ച്, എനിക്കറിയാന്നുള്ള അവരെല്ലാവരും വിളിച്ച് പടത്തിന് നിന്നിരുന്ന് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഷൂട്ട് ചെയ്ത സാധനം ഒരു 10 സെക്കൻഡിനകത്ത് കഴിഞ്ഞു. തിയേറ്ററിൽ കാണുമ്പോഴേ വില്ലൻ്റെ എൻട്രിയിൽ ഞാനില്ല. അന്ന് തകർന്നതാണ് ഞാൻ. ആ തകർച്ചയാണ് സിനിമയോടുള്ള കുറച്ചുകൂടെ ഒരു അപ്പു പിന്നെ ബാക്കിലും വർക്ക് ചെയ്യുന്നതാണ്. ഫിലിം, അവന്റെ സീരിയൽസ് ആണെങ്കിലും അതിന്റെയൊക്കെ പിന്നിൽ വർക്ക് ചെയ്തോണ്ടിരിക്കുന്നതാണ്. ഫോക്കസ് ഫുള്ളറാണ് ഞാൻ. ഫുഡ് ഡിപ്പാർട്ട്മെന്റിലും ചായയും അത്യാവശ്യം ഫുഡ് ഉണ്ടാക്കുന്ന പരിപാടികളിലും നമുക്ക് നമ്മള് 3 months ക്യാമ്പ് ഉണ്ടാകുന്ന സമയത്ത് ചില സമയത്ത് ജ്യൂസ് അടിച്ചു തരുമായിരുന്നു നമുക്ക്. പക്ഷെ ഒരു ദിവസം ജ്യൂസ് അടിച്ചത് സ്പൂൺ വിട്ട് അടിച്ചു തരാമെന്ന് പറഞ്ഞാണ്. ഞാൻ രാവിലെ തൊട്ട് കൊതിച്ചിരിക്കുകയാണ്. രാത്രി തന്നെ നാളെ രാവിലെ ഷാർജ കുടിക്കാന്നുള്ള ഒരു മൂഡിലായിരുന്നു. അപ്പോ നമ്മൾ നോക്കിയപ്പോ സൗണ്ട് ഇല്ലാത്ത ബ്ലെൻഡറിന് ഫുൾ സൗണ്ട് അടിക്കുന്നു. നമ്മൾ വിചാരിച്ചു നോക്കിയപ്പോ അകത്ത് സ്പൂൺ പക്ഷെ നമ്മൾ കാലൊക്കെ പിടിച്ച ഒരു മിക്സി എങ്ങനെയോ സെറ്റാക്കി വെച്ചതാണ്. അത് പോയി. എല്ലാം സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടിട്ട് അല്ലെ? ഇവര് നന്നായി കണ്ടാൽ മതി. ഇത് എന്തായാലും കൊള്ളാം ബ്രോ. വാലിബന്റെ സ്റ്റോറി പറഞ്ഞു. എന്തായിരുന്നു ലാലേട്ടനൊക്കെ ആയിട്ടുള്ള എക്സ്പീരിയൻസ്? ലാലേട്ടൻ അടിപൊളിയാണ്. വർക്ക് ചെയ്യാൻ പറ്റിയ വലിയ ഭാഗ്യം. പിന്നെ ലാലേട്ടനായിട്ടുള്ള എക്സ്പീരിയൻസ് ആണെന്നുണ്ടെങ്കിൽ ഞാനിങ്ങനെ അധികം ലാലേട്ടൻ്റെ ചോദിച്ചിട്ടുണ്ട്. ഒരിക്കൽ ചോദിച്ചിട്ടുണ്ട് ഇങ്ങനെ അഭിനയിക്കുന്ന കാര്യത്തിനെ പറ്റി. അണ്ണാ ഞാൻ ചെയ്യുന്നത് ഓക്കെ ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അതെന്താ മോനെ നീ എന്നെ നല്ല ഈസി ആയിട്ടല്ലേ ചെയ്യുന്നത് എന്ന് പറഞ്ഞു. പിന്നെ എല്ലാം ഫണ്ണാണ്. എന്റെ റീൽസ് കാണുമായിരുന്നു. ഞാൻ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞതാണ്, തന്നെ വീട്ടിൽ ഓർമ്മിപ്പിക്കുന്നു. റീൽസ് കണ്ടോണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ അല്ലേട്ടെ, ഇത് ഞാൻ എന്റെ ഫോണിൽ റീൽസ് കാണും. ഞാനായിരിക്കും. ഓക്കെ, അപ്പൊ എന്റെ ഫോണിൽ റീൽസ് കാണുന്നു. റീൽസിനെ പറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാനൊരു ഗേളും കൂടെ കളിക്കുന്ന ഒരു വീഡിയോ ഉണ്ട്. ഞാനൊരു ഗേളും കൂടെ ഡാൻസ് കളിക്കുന്ന വീട്ടിൽ നിന്നപ്പോഴത്തേക്കും അങ്ങനെ പോയിട്ട് അരമണി ഇത് അപ്പൊ ഞാൻ പറഞ്ഞ എന്റെ ഫ്രണ്ടാണ്. അടുത്ത വീഡിയോയിൽ ഒരു ഗേൾ വീട്ടിൽ ഒരു ഗേൾ കളിക്കുന്നു. ഇതാരമനെ ഞാൻ പറഞ്ഞ് എന്റെ ഫ്രണ്ട്സാണ്. ഓക്കെ നീ എൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടോ ചോദിച്ചു. അവൻ്റെ വീഡിയോസൊക്കെ ഞാൻ കാണാറുണ്ടല്ലോ, എത്ര വീഡിയോ കണ്ടിട്ടുണ്ട്. ആണോ എന്നാൽ ഓക്കെ എന്ന് പറഞ്ഞിട്ട് ലാലേട്ടൻ്റെ ഫോൺ എടുത്തിട്ട് മറ്റേ പാടാം ആ പാട്ട് എടുത്തിട്ട് ഇങ്ങനെ കാണിക്കണം. അപ്പം അങ്ങനെ കാണിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അയ്യോ അണ്ണ ഞാൻ ഇത് കണ്ടിട്ടുണ്ട്, കാണടാ എങ്ങനെയുണ്ട് എന്റെ സ്റ്റെപ്പ് ഇതൊക്കെ ചോദിച്ചിട്ടുണ്ട്. ലാസ്റ്റ് ലാലേട്ടൻ ചെയ്യുന്ന ഈ റോപ്പ് ഡാൻസ് ചെയ്തിട്ടുണ്ട്, ഏരിയൽ ആക്ട് ഒക്കെ ചെയ്തിട്ടുണ്ട്, അത് കാണിച്ചിട്ടുണ്ട്. പിന്നെ കഥകളിയുടെ ഒരു സ്റ്റേജ് ഷോ, അത് എല്ലാ പെർഫോമൻസും പുള്ളി ചെയ്ത എല്ലാ പെർഫോമൻസും എനിക്ക് കാണിച്ചിട്ടുണ്ട്. ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. അത്
എങ്ങനെ പറയാ ഒരു ലെജൻഡാണ് ഇരിക്കുന്നത്. പക്ഷെ പുള്ളി പറയാൻ ഭയങ്കര കൊച്ചുപിള്ളേരെ പോലെ കണ്ടോ എന്നെങ്ങനെയുണ്ട് മോനെ സ്റ്റെപ്പൊക്കെ ഏതൊക്കെ അടിപൊളിയാണ്. നമ്മളൊക്കെ കാണുമ്പോ പാവ അടുത്ത് സംസാരിക്കാൻ അടിപൊളിയാണ്. അതേപോലെ പാവമായിട്ടുള്ള ആരെ കൂട്ടത്തില് ഈ കൂട്ടത്തില് അങ്ങനെ പാവം ഇവൻ പാവോട് അതാ മൈക്ക കമ്പി എടുത്ത് കൈ പിടിച്ചിരിക്കണുണ്ടല്ലോ. എല്ലാരും പാവങ്ങളാണ്. എല്ലാവരും പാവങ്ങളാണ്. ഓക്കെ. ടെറർ ആരാ? ടെറർ ലുക്ക് കൊണ്ട് ഇവൻ ടെററാണെങ്കിൽ ചിരിച്ചു കഴിഞ്ഞാൽ പോയി. എങ്ങനെ പറയുന്നത് ഈ മാളപ്രാവിന്റെ അവനെ ഷമ്മിന്നാണ് വിളിക്കണേ. ഷമ്മി. ഇവൻ ഒരു ബന്ധമില്ലാതെ ഡോറൊക്കെ തുറന്നിട്ട് ഇങ്ങനെ നിൽക്കും. ഡയലോഗ് ഒന്നുമില്ല, ഡോർ മുട്ടൂല, കോളിംഗ് ബെല്ല ഒന്നും അടിക്കൂല, അത് വരെയില്ല. അപ്പൊ അത് ഇത് തുറക്കുന്നത് പോലെ അറിയൂല. ഇതിങ്ങനെ തുറന്നു വന്നിട്ട് ഒരു തല മാത്രം ഇങ്ങനെ വെളിയിലോട്ട് വന്നിട്ട് ഇങ്ങനെ നിൽക്കും. അപ്പോഴാണ് മനസ്സിലാവണം എങ്ങനെയാണെന്ന്. നിങ്ങളെ ഇത്രയും പേരോട് ചോദിക്കുന്നത്, ഞാൻ കുറച്ച് മുമ്പ് ഒരു ഹൊറർ മൂവിയുടെ ഒരു ഇന്റർവ്യൂ ചെയ്തായിരുന്നു. കുറെ സ്റ്റോറീസ് ഉണ്ട്. അപ്പൊ എനിക്ക് നിങ്ങളോട് ചോദിക്കണം, നിങ്ങൾ ആരെങ്കിലും പ്രേതത്തിൽ വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ വിശ്വസിക്കുന്നുണ്ട്, പക്ഷെ കണ്ടിട്ടില്ല, പക്ഷെ വിശ്വസിക്കുന്നുണ്ട്. പിന്നെ എങ്ങനെ വിശ്വസിക്കാം? അല്ലല്ല, അങ്ങനല്ല. നാളത്തെ ഫുൾ ന്യൂസ് ഇതായിരിക്കും. അങ്ങനെയല്ല, ഞാൻ ഒരിക്കൽ ഉറങ്ങി കിടന്നപ്പോഴത്തേക്കും ഉറങ്ങി കിടക്കുന്നുണ്ട് രാത്രി എൻ്റെ റൂമിനകത്ത്. പെട്ടെന്ന് എന്നെ ആരോ പിടിച്ച് അമുക്കുന്ന പോലെ എനിക്കൊരു ഞാനല്ല പറഞ്ഞ. ഇല്ല, അത് എന്റെ വീട്ടല്ലേ, എന്റെ വീട്ടിൽ ഞാൻ പോകുന്നത്. എന്റെ വീട്ടില് എന്നെ ആരും പിടിച്ച് അമുക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് നാക്കുന്നുണ്ട്. എനിക്ക് എന്ത് പറയാം, പെട്ടെന്ന് എണീറ്റപ്പോഴത്തേക്ക് ആരും ഇല്ല. പക്ഷെ എന്തോ ഒരു സംഭവം. ഏട്ടാ എനിക്ക് തോന്നുന്നു അതായിരിക്കും ഇടയ്ക്കിടയ്ക്ക് മെഴുകുതിരി കത്തിക്കാൻ പോകും. എനിക്ക് പേടിയുള്ളത്. പേടി അങ്ങനെ പേടിയല്ല. എല്ലാരും എന്റെ കൂടെ വരാനുള്ള മര്യാദ ഞാൻ കുറച്ച് ദൈവഭക്തി കൂടുതലുള്ള ആളാണ്. അപ്പം ഞാൻ മെഴുകുതിരി കത്തിക്കാൻ ഇവർക്ക് വേണ്ടിയിട്ടും എനിക്ക് വേണ്ടിയിട്ടും നമ്മളെ മൂവിക്ക് വേണ്ടിയിട്ടൊക്കെ പ്രാർത്ഥിക്കാൻ വേണ്ടിട്ട് മെഴുകുതിരി കത്തിക്കാൻ പോകും അല്ലേ. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടിട്ട് ഞാൻ മെഴുകുതിരി കത്തിക്കാൻ പോകുന്നതാണ്. അതെവിടെ പോകുന്നത്? വെട്ടാട് പള്ളി. എല്ലാവരും നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പ്രാർത്ഥിക്കാൻ പോയിട്ട് അത് തന്നെയായിരുന്നു ഉദ്ദേശം. നമ്മൾ ചെയ്യുന്ന ജോലി നന്നാവണ്ടേ, അപ്പൊ ദൈവത്തെ വിളിക്കണമല്ലോ. അത് ആ പാക്കറ്റ് എവിടെ നിന്ന് മേടിക്കുന്നത്? ആ പാക്കറ്റ് എവിടെ അതേ കടയിൽ പ്രേതകഥ ഇതാണ്. പിന്നെ അങ്ങനെ കണ്ടിട്ടില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അനുഭവം ഉണ്ടോ? അനുഭവം ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ വിശ്വാസം ഉണ്ടോ ചോദിച്ചാൽ ചെറിയ രാത്രിക്ക് ഒറ്റയ്ക്ക് പോകുമ്പോ പേടിയാവാറുണ്ട്. അത് സത്യം. അല്ലാതെ അങ്ങനെ അനുഭവങ്ങളൊന്നുമില്ല. ആർക്കും കുട്ടിച്ചാത്തനുണ്ട്. അതെവിടെ? അല്ല, ചാവടി, നമ്മളെ ചാവടിയില് ചേട്ടൻ അണ്ണന്റെ വീടിനടുത്ത് ഒരു 2 ചേച്ചിമാരെ ഇരട്ടകളുണ്ട്. അപ്പൊ അതിൽ ഒരു ചേച്ചി എൻ്റെ അടുത്ത് ഒരു ഇൻസിഡന്റ് പറഞ്ഞിട്ടുണ്ട്. ഒരു കണ്ടപ്പോൾ ഒരു കൊച്ചു പയ്യൻ ഉട്ടാപ്പിയ പോലെ ഒരു പയ്യൻ. ഞാൻ കണ്ടതും നമ്മളവിടെ ബാക്കിലുള്ള ഇത് നിൽക്കുന്നില്ല, പുളിമരം, അവിടെ നിന്ന് ഇങ്ങനെ ടയർ കത്തിച്ച് കറക്കി വിട്ടതുപോലെ ഇവരെ കണ്ടിട്ട് ഇങ്ങനെ എന്ന് പറയാൻ പോയെന്ന് ഒരാളെന്നെ തൊട്ട് വിശ്വസിച്ചില്ല. അങ്ങനെ പിന്നെ വേറെ എവിടെ പോയി കൊല്ലത്തിൻ്റെ ഒരു കൂട്ടുകാരൻ്റെ വീട്ടിൽ പോയപ്പോഴും അവൻ്റെ ചേച്ചി ഇതേ കാര്യം തന്നെ പറഞ്ഞു. പുള്ളിക്കാരി ഇങ്ങനെ കണ്ടപ്പം കൊമ്പൊന്നുമില്ല, ഒരു കൊച്ചു പയ്യൻ നിൽക്കിട്ടുണ്ടോന്നോന്ന് അറിയില്ല. പക്ഷെ പുള്ളി കണ്ട ഉടനെ കയ്യിലൊരു കമ്പുണ്ട് പറഞ്ഞു കേട്ടതാണ്, എനിക്ക് വിശ്വാസമില്ല. കണ്ടതും ഇവരെ കണ്ടിട്ട് ഇങ്ങനെ ടയർ കത്തിച്ചിട്ട് ഇങ്ങനെ കറക്കി വിടില്ല, അതുപോലെ ഇങ്ങനെ പാസ് ചെയ്ത് പോയത് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പൊ എനിക്കൊരു ചെറിയ വിശ്വാസം തോന്നിക്കുന്നു. ഫോർട്ട് മലബാറിന്റെ അവിടെ വരും. ദൈവം ഉണ്ടെങ്കിൽ ഒരു പാക്കറ്റ് കൂടി കത്തിക്കും. ഏകദേശം ഇതിനെപ്പറ്റി സംസാരിച്ചിട്ട് പോകുമ്പോ ഞാൻ റൂമിൽ കിടക്കുമ്പോൾ ഒരിക്കലും ആലോചിക്കും, എനിക്ക് കാണണമെന്നുണ്ട് പ്രായത്തിനെ, പക്ഷെ കണ്ടു കഴിഞ്ഞ് ഒന്നും പറ്റരുതേ എന്നുള്ള ഒരു സംഭവം കൂടെ ഉള്ളിലുണ്ട്. ദൈവത്തിനെ അല്ല, പ്രയത്നം കണ്ടു കഴിഞ്ഞാൽ ഞാൻ എന്റെ ഒരു മൂവി വരുന്നുണ്ട്, ഞാൻ ഹൊററായിട്ട് ഒരു എക്സ്പ്രഷൻ കാണിച്ച പ്രയത്നത്തിന്റെ
അതിന് അങ്ങനത്തെ എക്സ്പ്രഷൻ ഒന്നും ഇല്ല, ഫുള്ള് ഇങ്ങനെ നിൽക്കുന്നതായിട്ടുള്ള ഒരു സംഭവം. ഒരു നോട്ടം നോക്കി ആരാണ് അതെ ഈ ക്യൂട്ട്നെസ് മൈക്കിൾ ജാക്സൺ നോക്കി അടിപൊളി. അവനൊന്ന് തിരിച്ചു നോക്കി പേടിപ്പിക്കാം. ഇത് ഈ എപ്പിസോഡ് തീർന്ന് അല്ല എനിക്ക് ഇവരെ മനോജ് അത്യാവശ്യം അമ്മയുടെ കൂട്ടത്തിൽ നല്ലോണം ആക്ട് ചെയ്യാനാണ്. അപ്പൊ പിന്നെ ഇല്ല അല്ലടാ പ്രമേ അല്ല അപ്പൊ ഈ സാധനം പെട്ടെന്ന് കാണിക്കില്ലേ ഭയ എന്നെ മഞ്ജു ചേച്ചി വിളിച്ചപ്പോ എന്താ പറഞ്ഞാൽ അറിയാമോ, ആക്ട് ചെയ്യുന്ന മനോജും കൂടെ കുറച്ച് പിള്ളേരും വന്നിട്ടുണ്ട്. ഉറപ്പായിട്ടും തള്ളു. എത്രയും പറഞ്ഞില്ലടാ, ഇനി നീ കാണിക്കും ഒരു എക്സ്പ്രഷൻ, ഒരു നോട്ടം മതി. ആരെങ്കിലും മ്യൂസിക് കൊടുത്തേ. ഒന്നും മേടിച്ചു. എന്തായാലും അടിപൊളി കളിയാ. അപ്പൊ എന്തായാലും ഇപ്പൊ സിനിമ ഇപ്പൊ തിയേറ്ററിലേക്ക് എത്താൻ പോവാണ്. ഇതിൽ ഒരു കാര്യം കൂടി, നമ്മൾ എവിടെയും എത്തൂല എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മളൊരു സ്ഥലത്തേക്ക് നമ്മൾ എത്താൻ പോകുമ്പോൾ ഒരു സന്തോഷമില്ലേ, ആ സന്തോഷം അറിയാം. അങ്ങനെ ആരെങ്കിലും ഒക്കെ നിങ്ങൾ എവിടെയെങ്കിലും താഴ്ത്തിയിട്ടുണ്ടോ? ഇനിയൊന്നും സാധ്യതയില്ല എവിടെയെങ്കിലും? തീർച്ചയായിട്ടും എല്ലാരെയും താഴ്ത്തിയിട്ടുണ്ട്. ഇപ്പം എസ്പെഷ്യലി ഈ പുതിയ സിനിമയിൽ വരാൻ നിൽക്കുന്ന ആൾക്കുണ്ടല്ലോ, ഇപ്പം നമ്മളെല്ലാവരും പുതിയതല്ലേ. ഇപ്പം സിനിമയിൽ കൊമേഴ്സ്യൽ പടത്തിനകത്ത് അപ്പം നമുക്ക് പറ്റില്ല എന്നുള്ള സ്പേസ് ഒക്കെ ഉണ്ടല്ലോ, ചിലപ്പം മലയാള ഇൻഡസ്ട്രിയിലോട്ട് വരാൻ പറ്റില്ല എന്നൊക്കെ. പക്ഷെ എനിക്ക് തോന്നുന്നു നമുക്ക് നല്ലൊരു എൻട്രി കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പം നമ്മളിപ്പം എത്ര കൃത്യമായിട്ടുള്ള സ്ഥലത്ത് നമ്മൾ എത്തിയത്. ഇപ്പം വിനോദ് മാഷി ഡയറക്ടർ അങ്ങനെ ഡയറക്ടറിനെ കിട്ടിയതാണ് തോന്നുന്നത് നമുക്ക് നമ്മുടെ പൊട്ടൻഷ്യൽ ഫുള്ളായിട്ട് നമുക്ക് എടുത്ത് പയറ്റാൻ പറ്റിയിട്ടുള്ളത്. അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു വേറെ ഏതെങ്കിലുമൊക്കെ ഇപ്പം ഡയറക്ടർ അല്ലെങ്കിൽ അല്പം കൂടി വലിയ പടത്തിലൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പം അത്ര ഓപ്പണായിട്ട് ചിലപ്പം ചെയ്യാൻ പറ്റില്ലായിരിക്കാം. പക്ഷെ ഇവിടെ നമുക്ക് നമ്മളെല്ലാവരും ഒരുമിച്ച് തന്നെ ഉണ്ട്, ഫ്ലാറ്റിലുണ്ട്. ഇതേ സാധനം തന്നെ പുറത്ത് ഷൂട്ടിന് പോകുമ്പം ആക്ഷനും കട്ടിനും ഇടയിൽ ഫുള്ളായിട്ട് അങ്ങോട്ട് പരിപാടിയാണ്. നമ്മൾ ക്യാമറ എവിടെയൊക്കെ ഉണ്ട്, ഇത്രയേ ഉള്ളു ഫുള്ളായിട്ട്. അപ്പോൾ നമുക്ക് പറ്റും. നല്ലൊരു സ്പേസ് അല്ലെങ്കിൽ കിട്ടാണ്ടൊരു വഴി നമുക്ക് തുറന്ന് കിട്ടുകയാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് ഇവിടെ ഇങ്ങനെ എല്ലാവർക്കും സത്യം പറഞ്ഞാൽ ഈ ആർട്ടിൽ നിൽക്കുന്നവർക്ക് ഒരു സമയമൊക്കെ എത്തും പേടിയായി പോവും. ഇപ്പം ഞാനൊക്കെ ചെറുതിലായിട്ട് നാടകവും പരിപാടിയായിട്ട് വന്ന തിയേറ്റർ ബാക്ക്ഗ്രൗണ്ട് വന്നതാണ്. പക്ഷേ എനിക്ക് ഒരു സമയം എത്തുമ്പോൾ കൂടെയുള്ള എല്ലാ ആൾക്കാരും കല്യാണം കഴിഞ്ഞ് കുട്ടികളായി വേറെ വേറെ പണിക്ക് പോയിട്ടുണ്ട്. പക്ഷേ നമ്മളിപ്പോഴും ഇങ്ങനെ പിടിച്ച് നിൽക്കുന്നത് അത് എല്ലാവർക്കും പറ്റുന്ന വഴിയില്ല. രണ്ട് വഴിയുണ്ട്, ഇതെല്ലാവരും ചെയ്യുന്ന വഴിയും ഇത് എല്ലാവരും ചെയ്യാത്ത വഴി. അപ്പൊ ഈ വഴി കൂടി പോകുമ്പോൾ ഭയങ്കര പാടാണ്. അപ്പൊ എല്ലാവരും സുഖമായിട്ട് ഓക്കെ ജോലി, കല്യാണം, കുട്ടികൾ, വീട് അങ്ങനെ അങ്ങനെ പോകും. ഇത് കുറച്ച് പാടാണ്, അത് എല്ലാവർക്കും നിൽക്കാൻ പറ്റില്ല. പക്ഷെ ഇവിടെ ഇരിക്കുന്ന ആൾക്കാർ ഇപ്പം ഇതിനകത്ത് ഇരിക്കുന്ന ആൾക്കാരുടെ ജോലി പോകാൻ പറ്റിയ ചാൻസ് ഉള്ള ആൾക്കാർ അവിടെ ഇരിക്കുന്നത്. അത്ര സ്ട്രഗിൾ ചെയ്യാൻ മനസ്സിലായി. അത് അവരെ സംസാരിക്കും. ഇല്ല, എല്ലാവരുടെ ലൈഫ് സ്റ്റൈലും ഒരുപോലെ അല്ല. ഇപ്പൊ ഞാൻ കഷ്ടപ്പെട്ട പോലെ ആയിരിക്കും ഇവൻ കഷ്ടപ്പെടുന്നത്. ഇപ്പൊ ഇതിലേക്ക് വരുന്ന ആൾക്കാരോടായിരുന്നാലും ഇതൊരു പാഷനാണ്, സിനിമ ഒരു പാഷനാണ്. എങ്ങനെയെങ്കിലും എത്തിപ്പെടണമെന്നുണ്ടെങ്കിൽ ഉള്ള ജോലി വിടാതിരിക്കുക. അതും വർക്ക് മെയിൻ ജോലി ആയിരിക്കണം. ഇത് സൈഡിലൂടെ വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കണം, ആത്മാർത്ഥമായി വർക്ക് ചെയ്യണം. അത് ഡെഫിനറ്റ്ലി ഒരു വൺ ഡേ അത് എത്തിപ്പെടും. പക്ഷെ ഇത് ജോലിയും കളഞ്ഞിട്ട് ഇതിനു വേണ്ടി ഇറങ്ങുമ്പോഴത്തേക്ക് അവരുടെ ടൈമും വേസ്റ്റ് ആവുകയാണ്. ചിലപ്പോൾ ലക്കിന് കിട്ടും, ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞത്. എല്ലാവരും ലൈഫ് ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ എൻ്റെ ലൈഫ് പോലെ അല്ല ഇവന്റെ ലൈഫോ. അതുകൊണ്ട് ചെയ്യുന്ന ജോലിയുടെ കൂടെ തന്നെ ഇതും കൂടെ കൊണ്ടുപോവുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും. ഓക്കെ, അടിപൊളി. അപ്പൊ എനിക്ക് തോന്നുന്നു ഇതും പ്രൊഫഷണലായിട്ട് കാണാൻ ആൾക്കാരുണ്ട്. അവർക്ക് എങ്ങനെയൊക്കെ ഇപ്പം ഡാൻസ് ഇപ്പം വേറെ എന്തെങ്കിലും ജോലിക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ വേറെ ജോലിക്ക് പോവും. പക്ഷെ ഒരു വർഷമോ അല്ലെങ്കിൽ ഒരു മാസമോ 2 മാസം ഇരിക്കും, വീണ്ടും കറങ്ങി തിരിയുമ്പോൾ അവിടെ തന്നെ എത്തും. അതെല്ലാവർക്കും പറ്റില്ല. അത് നമ്മുടെ ഒരു സോൾ ഇവിടെയാണ് കിടക്കുന്നത്. ഇപ്പം സിനിമ കളഞ്ഞിട്ട് വേണ്ട, ഓക്കെ ജോലിക്ക് പോകാം, വീട്ടുകാർ നാട്ടുകാരൊക്കെ കുറയണം, നമ്മൾ എന്താവുമെന്ന് ഒരു ഏജ് കുറേ ഓവറാകുമ്പോൾ നമ്മൾ പേടിച്ചു തുടങ്ങും. പക്ഷേ ആർട്ടിന് അത്രയും പ്യുവറായിട്ട് സ്നേഹിക്കുന്ന ആൾക്കാർ തിരിഞ്ഞ് കറങ്ങി ഇവിടെ തന്നെ വരും. അവ രക്ഷപ്പെടും. അവന് നീ എത്ര വർഷമായാലും ആ പോണ വഴിയിൽ ചിലപ്പോൾ രക്ഷപ്പെടാൻ സമയത്തായിരിക്കും ചിലപ്പോൾ അല്ലെങ്കിൽ വേണ്ടെന്ന് പറഞ്ഞ് നിർത്തിപ്പോണത്.
എനിക്കറിയാം കൂടെയുള്ള ആൾക്കാരൊക്കെ അങ്ങനെ കയറിപ്പോയിട്ടുള്ള ആൾക്കാരൊക്കെ അവർ അത്രയും സ്ട്രഗിൾ ചെയ്യാതെ ഒരു സാധനം കിട്ടില്ല എന്നാണ് എനിക്ക് അങ്ങനെ തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് സ്ട്രഗിൾ ചെയ്യുക. ഒരു കാര്യം കൂടെ, ഒരു കാര്യം ഇത് എവിടെയെങ്കിലും മെൻഷൻ ചെയ്യണമെന്ന്. ഈ ചില ആൾക്കാർ പറയാറുണ്ട്, ഇന്നത്തെ ദിവസം ജീവിച്ചു പോകണം, നാളത്തെ പറ്റി ചിന്തിക്കില്ലെന്ന്. നാളത്തെ പറ്റി ചിന്തിക്കണം എന്നുവെച്ചാൽ ഈ പറയുന്നവന്റെ അക്കൗണ്ട് ഒരു 4-5 കോടി രൂപ വെച്ചിട്ടായിരിക്കും പറയുന്നത്. നാളത്തെ പറ്റി നീ എന്തിനു ചിന്തിക്കണം എന്ന് പറയുന്നത്. നമ്മൾ കഷ്ടപ്പെട്ടാലേ ഇഷ്ടപ്പെട്ടത് തിന്നാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നമ്മൾ തന്നെ കഷ്ടപ്പെടണം. ഒരുത്തന്റെ വാക്ക് കേൾക്കാതിരിക്കുക, നമ്മൾ സ്വന്തമായിട്ട് ഭക്ഷണം. മനോജ് പോയ മനോജ് അല്ല. ഞാൻ ഇങ്ങനെയൊക്കെ പറയാൻ കാരണം ഇതുകൊണ്ട് ഇത് ഉപദേശമോ ഒന്നും അല്ല. ഇതിൽ നിന്ന് കേട്ട് രക്ഷപ്പെടുന്നവർ രക്ഷപ്പെട്ടു പോട്ടെ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഒരാളെങ്കിൽ ഒരാള് കേൾക്കുന്നവർ കേട്ടാൽ മതി, വേണ്ടാത്തവർ വേണ്ട. എന്തോ പറയാൻ എന്റെ ഞാൻ പറഞ്ഞത് ഒരു ചെറിയൊരു, ഞാൻ എപ്പോഴും ഇവൻ പറഞ്ഞ പോലെ സിനിമ മെയിൻ പാഷനായിട്ട് പ്രൊഫഷനായിട്ട് ചൂസ് ചെയ്യണം എന്ന് ആഗ്രഹിച്ച് നടക്കുന്ന ഒരു ആളാണ്. പക്ഷെ സർവൈവലിന് നമുക്ക് എല്ലാവർക്കും അറിയാം റിയാലിറ്റി, എപ്പോഴും നമുക്ക് പ്രൊജക്ട്സ് കിട്ടണമെന്നില്ല, നമ്മൾ എപ്പോഴും നമുക്കൊരു ഇൻകം ഇതുവഴി കിട്ടണമെന്നില്ല. ആൻഡ് ഇൻകത്തിന് വേണ്ടിയിട്ടല്ല ഞങ്ങൾ ആരും സിനിമയിൽ കയറിയിട്ടുള്ളത്, പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല, അത് സെക്കൻഡറി ആയിട്ട് വരുന്ന കാര്യങ്ങളാണ്. സോ ഇത് പാഷനായിട്ട് ലൈക്ക് വി ആർ ഡൂയിങ് വാട്ട് വി ലവ്. അതിന്ന് പൈസയും കിട്ടുമ്പോൾ അത് ഡബിൾ സാധനമാണ്. പക്ഷേ ഇപ്പോൾ ഞാൻ സിനിമ ട്രൈ ചെയ്യുന്നു, എനിക്ക് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു ജോലി ഇതുവരെ ഞാൻ കണ്ടുപിടിച്ചിട്ടില്ല. ഞാൻ ഓരോന്നായിട്ട് ചെയ്യുമായിരുന്നു. കുറച്ച് ഡാൻസ് ട്രെയിനിങ്ങിന് ക്ലാസ്സിന് പോകുമായിരുന്നു. ഒരു ക്ലാസ്സിൽ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഒരു സ്റ്റുഡിയോയിൽ. വീണ്ടും ഞാൻ കുറച്ച് ഓഡിഷൻസും വേറെ ഷൂട്ടൊക്കെ കിട്ടുന്ന സമയത്ത് അവിടെ പോകാൻ പറ്റാത്ത സിറ്റുവേഷൻസ് വരും. അപ്പോൾ അവർക്കത് ബിസിനസ്സായിട്ട് ഡിസ്റ്റർബ് ആവും, പുറത്തിറങ്ങും. വേറെ ഞാൻ റീസെൻ്റ് ആയിട്ട് ഒരു വെഡ്ഡിങ് ഫേമിൽ ജോയിൻ ചെയ്തു. അവിടെ ഞാൻ പറഞ്ഞിട്ടാണ് കയറിയത്, ഞാനൊരു ആക്ടറാണ്, ഇതുപോലെ ഇടയ്ക്ക് ഷൂട്ടൊക്കെ വരും. ആ സമയത്തൊക്കെ ഒന്ന് പെർമിഷൻ തന്നു കഴിഞ്ഞാൽ അവർ അപ്പോൾ ഓക്കെ ആയിരുന്നു. പക്ഷെ വീണ്ടും ഒരു ഓഡിഷനും ഷൂട്ടൊക്കെ വരുന്ന സമയത്ത് അവർക്കും അത് ബിസിനസ് ഡിസ്റ്റർബായി, പുറത്താക്കി. പക്ഷേ ഞാൻ പറയാൻ വന്നത് ഈ സമയങ്ങളിലൊക്കെ ഞാൻ ലോ ആയിട്ട് ഫീൽ ആയിട്ടില്ല. കാരണം എനിക്ക് അവിടെ നിന്ന് ഇങ്ങനെ ജോലിയൊക്കെ പോകുമ്പോൾ പുറകിൽ നിന്ന് വേറൊരു പ്രോജക്റ്റ്, ഒരു ചെറിയ അത് വലിയൊരു പ്രൊജക്റ്റും വലിയൊരു ഇൻകം കിട്ടുന്ന ഒരു സാധനമായിട്ടല്ല എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ എന്തെങ്കിലും ഒന്ന് സിനിമയിൽ നിന്ന് എനിക്കൊരു ചെറിയ വർക്കുകൾ വരുന്നുണ്ട്. സോ അത് നമ്മൾ അത്രയും ജെന്യൂൻ ആയിട്ട് അതിനുവേണ്ടി വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ്. നമ്മൾ ഇവിടുന്നും ട്രൂ ആയിട്ട് അതിലൊരു എഫേർട്ട് ഇടുന്നതുകൊണ്ടാണ് നമുക്ക് എന്തെങ്കിലും ഫിനാൻഷ്യലി ഡൗൺ ആയി ഇതുപോലെ ജോലിയൊക്കെ പോകുന്ന സമയത്തും സിനിമയിൽ നിന്നൊരു പുറകുന്ന യൂണിവേഴ്സ് പുഷ് ചെയ്ത് തരുന്ന സാധനങ്ങളാണ്. അപ്പോൾ പറഞ്ഞ കാര്യമാണ്, പൈസ ഉണ്ടാക്കണം, ഓബിയസ്ലി അത് ഒരു മെയിൻ സാധനം തന്നെയാണ്. പക്ഷെ സിനിമ വിടാൻ എനിക്ക് ഉദ്ദേശമില്ല. നിങ്ങളുടെ സ്ഥലം, അതായത് വീട് ഇരിക്കുന്ന സ്ഥലമില്ലേ, ട്രിവാൻഡ്രത്ത് ഒരു സ്ഥലം ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് പെട്ടെന്ന് പറഞ്ഞേ, എന്തായിരുന്നു സ്ഥലം? എൻ്റെ സ്ഥലം കോഴിക്കോട് കക്കോടി എന്ന് പറയും. കക്കോടി. എൻ്റെ ട്രിവാൻഡ്രത്ത് വഞ്ചൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഞാൻ സത്യം പറഞ്ഞാൽ ബാംഗ്ലൂരാണ്, പക്ഷേ എൻ്റെ പേരൻസിൻ്റെ വീട് കഴക്കൂട്ടത്താണ്. ട്രിവാൻഡ്രം. എൻ്റെ ചാലക്കുടി അടുത്തുള്ള മേലൂർ എന്ന് പറഞ്ഞ സ്ഥലം. എൻ്റെ തിരുവനന്തപുരത്ത് കാഞ്ഞിരംകുളം എന്ന് പറഞ്ഞ സ്ഥലം. ഞാൻ നാട്ടിൽ കണ്ണൂരാണ്, അച്ഛനും അമ്മയുടെ ഒക്കെ വീട്. പക്ഷെ ഞങ്ങള് ഞങ്ങള് ഫാമിലി ആയിട്ട് ഈറോഡില് പെരുന്തുറൈ എന്ന് പറയുന്നത്. ട്രിവാൻഡ്രത്ത് പടിഞ്ഞാറക്കോട്ട എന്ന് പറഞ്ഞ സ്ഥലം. ഞാൻ തിരുവനന്തപുരത്ത് പൂജപ്പുര പുന്നക്കാമുകൾ. ഞാനും തിരുവനന്തപുരത്ത് കാഞ്ഞിരംകുളം. ഞാൻ ഇത് പറയാൻ കാരണം പറയുമോ, ഈ പടം ഇറങ്ങിയതിനു ശേഷം ഈ സ്ഥലമൊക്കെ നിങ്ങളുടെ പേരിലാണ് അറിയപ്പെട്ടെ. ആ ലെവലിൽ നിങ്ങൾ എന്തായാലും നിങ്ങളുടെ ഈ എനർജി നിങ്ങൾ അവിടെ എത്തിക്കും. കാരണം നിങ്ങളെല്ലാവരും ഒരേ മൈൻഡ്, ഒറ്റ മൈൻഡിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ വിചാരിച്ചിടത്തേക്ക് എത്താനുള്ള യാത്രയാണ്. ചില സ്ഥലങ്ങളിലേട്ടാ നമ്മൾ ഈ ഇപ്പം പല സ്ഥലങ്ങളും കണ്ടിട്ടുണ്ട്, എന്തെങ്കിലും തിയേറ്റർ ചെയ്യുന്ന സമയത്തായാലും പ്രശ്നങ്ങളുണ്ടാവും, അടിപിടി, എന്തെങ്കിലും ബഹളം, ഈ കൂപ്പരടി. പക്ഷെ നമ്മളിടയിൽ അങ്ങനെ ഒരു സാധനം വർക്കൗട്ട് ചെയ്തിട്ടില്ല. പക്ഷെ എന്തെങ്കിലും അത് അപ്പോഴും പറഞ്ഞു തീർക്കുന്ന സംഭവം മാത്രമേ ഉള്ളൂ. അത് ഭയങ്കരമായിട്ട് നമുക്ക് ഉപയോഗപ്പെട്ടിട്ടുണ്ട് ഇപ്പോഴും ആ സാധനം. അതുപോലെ തന്നെ വർഷങ്ങളിൽ കണ്ടാലും ഭയങ്കര രസമാണ് എല്ലാവരും തമ്മിൽ. അങ്ങനത്തെ ഒരു ക്ലാഷും അങ്ങനെയൊന്നുമില്ല. നമ്മൾ പറയുന്നത് അവർ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, അവർ പറയുന്നത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നല്ലൊരു ബോണ്ടിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ബോണ്ട് എന്തായാലും എല്ലാവർക്കും തിയേറ്ററിൽ കാണാൻ പറ്റട്ടെ. എന്നോട് പലരും പറഞ്ഞു നിങ്ങൾ വിളിക്കുമ്പോൾ നിങ്ങളെ കൊണ്ട് ഡാൻസിന്റെ സ്റ്റെപ്പ് ഒക്കെ ഇടിപ്പിക്കണം. ഇപ്പൊ നമ്മുടെ ഈ ഷോ കാണുന്നവര്, ഞാൻ അവരോട് പറയാനുള്ളത്, അത് നിങ്ങൾക്ക് ആ സർപ്രൈസ് കളയണ്ട, ആ തിയേറ്ററിൽ തന്നെ കാണാം. Thank you.
പോയടത്തെല്ലാം കളിപ്പിച്ചേട്ടാ, പോയടത്തെല്ലാം. അതല്ല ഏറ്റവും നല്ലത് അല്ലേ? അപ്പൊ എല്ലാം നമുക്ക് തിയേറ്ററിൽ തന്നെ കാണാം. ഈ എനർജി തന്നെയാണ് ആൾക്കാർക്ക് ഇപ്പൊ കാണേണ്ടത്. ആൾക്കാർ ബാക്കിയായാലും വലിയ സ്ക്രീൻ അവിടെ ഉണ്ടല്ലോ. അപ്പൊ എന്തായാലും ബ്രോ, ഈ സിനിമ ആൾക്കാർക്ക് ടിക്കറ്റ് കിട്ടാതെ ആൾക്കാർ ഓടട്ടെ, അത്രയും സക്സസ് ആവട്ടെ. ഇതിന്റെ സക്സസ് പാർട്ടിക്കൊക്കെ നമ്മൾ വീണ്ടും മീറ്റ് ചെയ്തായിരിക്കും. താങ്ക് യു ബ്രോ, താങ്ക് യു. താങ്ക്സ്.